നമ്മുടെ കുറുകുറ മീൻകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നോക്കിക്കുക, നല്ല അടിപൊളിയായിട്ടില്ലേ. അപ്പം ഈ മീൻകറി നമ്മൾ വെച്ചത് എങ്ങനെയാണെന്ന് കാണണ്ടേ. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ. സ്റ്റാർട്ടിങ് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. നോക്കിക്കേ, നല്ല അടിപൊളി കറിയല്ലേ. കണ്ടോ, നല്ല കുറുകുറ മീൻകറി. കണ്ടോ, നല്ല മീനൊക്കെ കണ്ടോ, അരപ്പും മീനും എല്ലാം കൂടെ കുഴഞ്ഞിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് വെക്കുന്ന കണ്ടാലേ നമുക്ക് ബായോ ഗായേസ്. അപ്പോൾ നമുക്കിന്നതേ കുഞ്ഞാവോലി കണ്ടോ, ചെറിയ ആവോലി കണ്ടോ. നോക്കിക്കേ, ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ചെറിയ ആവോലി കണ്ടിട്ടില്ല കേട്ടോ. അപ്പം ഇത് ഇച്ചിരി ഉണ്ട് കണ്ടോ. അപ്പോൾ ഇതൊന്ന് കറി വെക്കാൻ പോവാം. തേങ്ങ അരച്ച് വെക്കാമെന്ന് വിചാരിക്കുക. കാരണം ഇതിന് ഒരു ടേസ്റ്റും ഉണ്ടാകത്തില്ല ഇങ്ങനത്തെ ആവോലിക്ക് ടേസ്റ്റ് വെക്കുന്ന നമ്മുടെ കൈ വെള്ളയുടെ വലിപ്പം വരുന്ന സമയത്താണ് ടേസ്റ്റ് വെക്കുന്നത്. ഇപ്പോൾ ഇതൊന്നിനും കൊള്ളത്തില്ല. പിന്നെ വെക്കാൻ നമുക്ക് ആവോലി എന്ന് പറയാം, അത്രയേ ഉള്ളൂ. അത് നമുക്ക് കറി വെച്ചാലേ, കറി വെച്ചിട്ട് കാണിച്ചു തരാമേ. സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ചെറിയ ഉള്ളി, തേങ്ങ. ചെറിയ ഉള്ളി അങ്ങ് വലിയതാകട്ടെ, അരിഞ്ഞ് വെച്ചിട്ടിരിക്കുവാണേ. എണ്ണ ചൂടായിട്ട് നമുക്ക് ഉലുവായിട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഞാൻ ചതച്ച് വെച്ചേക്കുന്ന ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കാമേ. ചെറിയ മീനാണല്ലേ, അതുകൊണ്ട് പിന്നെ തേങ്ങ അരച്ചല്ല. അല്ലെങ്കിൽ ആവോലി തേങ്ങ അരച്ചേ വെക്കാൻ കൊള്ളാവുള്ളൂ. മുളക് അരച്ച് അത് കൊള്ളൂല. എന്തായാലും വലിയ ടേസ്റ്റൊന്നും ഉണ്ടാകത്തില്ല അങ്ങനത്തെ മീനാണ്. അത് അത്രയും ചെറിയ മീനായതുകൊണ്ട് കേട്ടോ. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് ഇളക്കി വഴറ്റി നല്ലപോലെ വഴറ്റണം കേട്ടോ. നല്ലപോലെ വഴറ്റണേ. നല്ലപോലെ വഴറ്റിട്ടിട്ട് നമുക്ക് അരപ്പഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി ജാറ് കഴിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. നല്ല കളറൊക്കെ ഉണ്ട് കറിക്ക് കേട്ടോ. ആവശ്യത്തിന് മുളകും എല്ലാം ഉണ്ടേ. ചാറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി. നല്ല കുറുകുറ കറിയാണ്. നമുക്കിനി കുടംപുളി ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് കുറച്ചും കൂടെ ഉപ്പ് വേണം. നമുക്ക് ഇളക്കിയൊന്ന് തിളപ്പിച്ചതിന് ശേഷം മീനിട്ടാൽ മതി. കുഞ്ഞു മീനായതുകൊണ്ടേ അളിഞ്ഞു പോകണ്ട. കറിയെല്ലാം തിളയ്ക്കുന്നുണ്ട്. നമുക്ക് ഒരു തക്കാളി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീനിട്ട് കൊടുക്കാം കേട്ടോ. മീനെല്ലാം വാരിയിട്ട് കൊടുക്കാം. നമുക്ക് ചെറിയ മീനായതുകൊണ്ടേ പെട്ടെന്നങ്ങ് ഒരു തിളക മാത്രം വേണ്ടി വരത്തുള്ളൂ. ഒരുപാടിട്ട് വേവിക്കുകയൊന്നും വേണ്ട. പ്രത്യേകിച്ച് ആവോലിക്ക് തീരെ വേവില്ലാത്ത മീനാണല്ലോ, അതുകൊണ്ട് കേട്ടോ. കുറച്ച് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് മൂടി വെച്ച് നമുക്ക് നല്ലപോലെ വേവിക്കാം കേട്ടോ. ഒത്തിരി അങ്ങ് സമയം എടുത്ത് വേവിക്കണ്ട കേട്ടോ. ഈ മീൻ പൊടിഞ്ഞു പോകുന്ന മീൻ, ഐസ് മീനൊക്കെ. നമ്മുടെ കറി അയ്യോ നല്ല നിരക്കെ തിളയ്ക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് സൂപ്പറായിട്ട് തക്കാളിയൊക്കെ ഇട്ടപ്പോഴത്തേന് ചാർച്ച് ഇവിടെ കൂടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഒത്തിരി അങ്ങ് ഇളക്കാൻ പറ്റില്ല. ഈ കുഞ്ഞു മീനായതുകൊണ്ട് എല്ലാം അങ്ങ് പൊടിഞ്ഞു പോകും. അതുകൊണ്ടാണ്. അങ്ങനെ നമ്മുടെ കറി സൂപ്പറല്ലേ. അപ്പം നമ്മുടെ കറി ഏറെക്കുറെ വെന്തിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് കൂടെ കിടന്നോട്ടെ കേട്ടോ. നമുക്ക് ഉപ്പൊന്ന് നോക്കിക്കളയാം. അടിപൊളി ടേസ്റ്റ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാം ആവശ്യത്തിന് ഉപ്പും എല്ലാം ഉണ്ട്. ശകലം കൂടെ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഒരു പൊടിക്ക് മതി. അപ്പോൾ എല്ലാം ഓക്കെയാണ് കേട്ടോ. ഒരു 2 മിനിറ്റ് കൂടെ കിടന്നോട്ടെ. എന്നിട്ട് നമുക്ക് മൂടി വെച്ചേക്കാം. അപ്പം നമ്മുടെ കറി എല്ലാം ആയിട്ടുണ്ട്. നമുക്ക് കറി ഇറക്കി വെക്കാം കേട്ടോ. നോക്കിക്കേ. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കണം. സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം ടാറ്റ. താളിച്ച് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ശകലം മുളകും പൊടി കൂട്ടും ഇട്ടായിരുന്നു കേട്ടോ, താളിക്കാനായിട്ട്. ഒരു ഭംഗിക്ക് വേണ്ടി ഇട്ടതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കറിയെല്ലാം റെഡി ആയി കഴിഞ്ഞ്